അമ്മേ എന്തോ അമ്മേ നമുക്ക് ഈ ഓമയ്ക്ക കൊണ്ടേ ഒരു കറി ഉണ്ടാക്കാം. പിന്നെ ഞാൻ വെച്ച് ആദ്യം തോരൻ വെക്കാന്നേ. പക്ഷെ അമ്മ ഒരു സ്പെഷ്യൽ കറി വെക്കത്തില്ല. വെക്കും ഞാനൊരു മീൻ കറിയുടെ ടേസ്റ്റ് ഇല്ല വെക്കുന്നത്. അന്ന് നമുക്ക് മീൻ മേടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ഈ കറിയും കൂട്ടി ചോറുണ്ണാം. ഇങ്ങോട്ട് എടുത്ത് എളുപ്പം ഒന്ന് അരിഞ്ഞോണ്ട് വാ. ഞാനിപ്പം വെച്ച് കാണാം. ബാക്കി സാധനം എല്ലാം അമ്മ ചെയ്യാവോ? ചെയ്യാം. ഞാൻ അരിഞ്ഞ് കഴുകിയിട്ടുണ്ട്. ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു വിസിൽ വരണം. അന്നേരം നമുക്ക് ഈ കറി എളുപ്പം വെക്കാൻ പറ്റും. ഇച്ചിരി വേവുണ്ട് ഓമയ്ക്കായിക്കേ. ചട്ടി വേവിക്കുന്നേ നല്ലത്. അല്ല, നമ്മൾ കടുക് താളിക്കുന്ന ചട്ടിക്കകത്ത ഇതിപ്പം നമ്മൾ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു വിസിൽ വരും. ഉപ്പിട്ട് ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിസിൽ വേവിച്ചെടുക്കും. കൊണ്ടൊരു മസാല ശരിയാക്കണം. അതിന് നമ്മൾ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, ശകലം തോട്ടുപുളി, ഒരു തക്കാളിക്കാരിയാണ് ഇത്. ഇത്രയും നമ്മൾ ചേർക്കണം. നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ടിട്ട് ശകലം മഞ്ഞപ്പൊടി അടിച്ചിട്ട് ഉലുവാപ്പൊടി. ഇത്ര മതിയോ? ഇത്രയും മീൻ്റെ അരപ്പ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം, മീൻ്റെ അരപ്പാണ്. നമുക്ക് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. മതിയോ അമ്മേ? ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക. പിന്നെ അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കൊച്ചുള്ളി ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. പിന്നെ നമ്മളുടെ കറിവേപ്പില ഇടുക, പുളി ഇടുക. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അതിനുശേഷം നമ്മൾ തക്കാളി ഇടണം കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് തക്കാളിയാണ്, പുളിയും തോട്ടുപുളിയും. അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്ക ഉണ്ടല്ലോ, ഇങ്ങനെ കുക്കറിൽ വേവിക്കുന്നതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് വെന്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി കിട്ടും. അതുമല്ല ഗ്യാസിലിൻ്റെ ചിലവ് കുറഞ്ഞും കിട്ടും കേട്ടോ. അടുപ്പയിലാകുമ്പോഴേ നമ്മുടെ ചട്ടി വെക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ പിന്നെ ഇതെല്ലാം നമ്മൾ നല്ലതുപോലെ വഴറ്റിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ലേശം വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് കിട്ടണം കേട്ടോ. ഒന്ന് വറ്റി ഒരു കുറുക പരുവാകണം. ഇത് ചോറുണ്ണാനൊക്കെ അസാധ്യ ടേസ്റ്റ്. നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നോക്കട്ടെ. കറി കണ്ടിട്ട് തന്നെ ഒരു പ്ലേറ്റ് ചോറ് നോക്കട്ടെ അമ്മ. വേണ്ട മോളെ, കൊതി വരുന്നു. അയ്യോ വേഗം നമുക്ക് ചോറുണ്ണാം. അത്ര ടേസ്റ്റാ. അത്ര ടേസ്റ്റ്. ഇത് നമുക്ക് എവിടെ ചെന്നാലും ഒരു ഓമയ്ക്ക കിട്ടാത്ത സ്ഥലമില്ലല്ലോ കേരളത്തിൽ. അതുകൊണ്ട് ഓമയ്ക്ക നിങ്ങൾ ഇതുപോലൊരു കറി വെച്ച് കൂട്ടിയാൽ നിങ്ങൾ പറയും നമുക്ക് ഇനി മീനും വേണ്ട, ഒന്നും വേണ്ട, ഇത് മതിയെന്ന്.